തങ്ങൾ പറയുകയാണ്, മസ്ജിദുകളും പരിശുദ്ധ ഖുർആനും അത് ഒരു വിലയില്ലാത്ത അവസ്ഥയിലായി പോകും. അല്ലാഹുവിന്റെ ഭവനങ്ങളും പരിശുദ്ധ ഖുർആൻ ആയത്തുകളും. ശരിയാണ്, ഖുർആനിന്റെ ആയത്തുകൾക്ക് വിലയുണ്ടോ? ഇല്ല. ഖുർആനിന്റെ ആയത്തുകൾ റിംഗ് ട്യൂൺ ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഖുർആനിന്റെ ആയത്തുകൾ ഓതേണ്ടതിന് പകരം പരിശുദ്ധമായ ഖുർആൻ 100 ആയത്തെങ്കിലും പാരായണം ചെയ്യണേ. എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ മുഴുവനും നമ്മൾ ഓതിയിരിക്കണം. അത് നമ്മൾ ഖുർആനോടുള്ള ബാധ്യതയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. അള്ളാഹുവിന്റെ ഭവനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഭവനങ്ങളിൽ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കേണ്ടതിന് പകരം വയസ്സന്മാര് നമസ്കരിക്കുമ്പോ ചെറുപ്പക്കാരായ കുട്ടികൾ, ചെറുപ്പക്കാരായ സഹോദരങ്ങൾ വെയിറ്റിംഗ് ഷെഡിലും വഴിയോരങ്ങളിലും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യജീഉ യൗമൽ ഖിയാമ, ഓർക്കണേ, മസ്ജിദിന്റെ പരിസരത്ത് താമസിക്കുന്നവരെ, പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവരെ, മഹല്ലിന്റെ പരിസരത്ത് താമസിക്കുന്നവരെ. ഒരു പള്ളിയുടെ പരിസരത്ത് താമസിക്കാന്ന് പറഞ്ഞാല് 40 വീട്. ബാങ്ക്, മറ്റൊരു റിവായത്തിൽ ബാങ്ക് വിളി ആര് കേൾക്കുന്നോ അതാണ് മസ്ജിദിന്റെ ജാറുൽ മസ്ജിദ്, മസ്ജിദിന്റെ അടുത്ത് താമസിക്കുന്നവരെന്നർത്ഥം. ജാറുൽ മസ്ജിദ്. നബി തങ്ങളോട് ചോദിച്ചതാണ്, ആരാണ് മസ്ജിദിന്റെ അരികിലുള്ളത്? അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ആരാണ് മസ്ജിദിന്റെ അരികത്ത് താമസിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചപ്പോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്ക് ആരൊരാൾ കേൾക്കുന്നുവോ ആ കേൾക്കുന്നവർ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കട്ടെ. ഖിയാമത്തിന്റെ അടയാളമായി, അല്ലാഹുവേ, എന്നെ പാഴാക്കിയവരാണ് നിന്റെ ദാസന്മാർ, എന്നെ പാഴാക്കിയവരാണ് നിന്റെ ദാസന്മാർ, എന്നെ നഷ്ടപ്പെടുത്തിയവരാണ്, എന്നെ തകർത്ത് കളഞ്ഞവരാണ്. ഈ പള്ളികൾ പൊളിച്ചു കളയുന്നത് ആരാണ്? അത് മുസ്ലിം സമുദായമാണ്. എങ്ങനെ? നമസ്കരിക്കാൻ ആളില്ലാതെ വരുമ്പോ ഈ പള്ളി നാളെ റബ്ബിന്റെ കോടതിയിൽ പോയിട്ട് പറയുകയാണ്, പടച്ച തമ്പുരാനെ, നിന്റെ ദാസന്മാര് എന്നെ തകർത്ത് കളഞ്ഞു, നിന്റെ ദാസന്മാർ എന്നെ നശിപ്പിച്ചു കളഞ്ഞു, നിന്റെ ദാസന്മാർ എന്നെ പാഴാക്കി കളഞ്ഞു എന്ന് നമസ്കാരത്തിന് വേണ്ടി ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, നിനക്കെതിരെ ഓരോ മഹല്ലിലെ പള്ളികളും അള്ളാന്റെ കോടതിയിൽ പരാതി ബോധിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മസ്ജിദുകൾ, പള്ളികളിൽ നമ്മൾ നമസ്കാരത്തിന്റെ സമയത്തുമ്പോ ചെറുപ്പക്കാരൊക്കെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് കഫേയിലാണ്. പള്ളിയിൽ വന്നാൽ തന്നെ വെളിയിൽ ഇങ്ങനെ കാമത്ത് കൊടുക്കുന്നവരെ സാധനത്തിൽ കുത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് മൊബൈൽ ഓൺ ആക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കും. സുജൂദിന്റെ സ്ഥാനത്ത് നോക്കേണ്ടതിന് വരും. എവിടേക്കാ നോക്കുക? മൊബൈലിലേക്ക്. പോയില്ലേ? മൊബൈൽ ഓഫാക്കി വെക്കാതെയാണ് പള്ളിക്കകത്തേക്ക് കയറുന്നത്. മാലക്കും അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ഒരു ചിന്ത പോലും നിന്നെ അലട്ടുന്നില്ലയോ ചെറുപ്പക്കാരാ? നീ അള്ളാന്റെ വീട്ടിലല്ലയോ നിൽക്കുന്നത്? നിശബ്ദതയോടുകൂടി കയറേണ്ടവനല്ലേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ മസ്ജിദിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇദാ അതൈതുമുസ്സലാത്ത ഫഅതൂഹാ വഅലൈക്കും ബിസ്സകീനാ വലാ തഅതൂഹാ വഅൻതും തസ്ഔൻ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ മസ്ജിദിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്, അള്ളാഹുവിന്റെ മസ്ജിദിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ പള്ളികളിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ ധൃതി പിടിച്ച് കടക്കരുത്, ധൃതി പിടിച്ച് ഓടി പള്ളിക്കുള്ളിലൂടെ ഓടരുതേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എത്ര മഹത്വം! മൊബൈൽ ഫോൺ ഓഫാക്കാത്തവർ ശ്രദ്ധിച്ചോളി. പള്ളിയോടുള്ള ഹുർമത്താണ്. നാളെ പള്ളി ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽപ്പെട്ടതാണ്. നാളെ പള്ളി അള്ളാന്റെ മുന്നിൽ പോയിട്ട് പരാതി പറയും. എന്താ പരാതി? ആരുമില്ല, എന്നെ പാഴാക്കി കളഞ്ഞു, എന്നെ നശിപ്പിച്ചു കളഞ്ഞു പടച്ച തമ്പുരാനെ
എന്റെ പള്ളിക്കകത്ത്, നിന്റെ പള്ളിക്കകത്ത്, നിന്റെ മസ്ജിദിനകത്ത് വെസ്റ്റേൺ മ്യൂസിക് മുഴങ്ങിയല്ലോ അല്ലാ. മാപ്പിളപ്പാട്ടുകളും ഒപ്പരാനെ എന്നെ നശിപ്പിച്ചു കളഞ്ഞു തമ്പുരാനെ എന്ന് പള്ളികൾ നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ പോയി പരാതി ബോധിപ്പിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയാൽ തന്നെ ഇമാം റുകൂഇൽ നിൽക്കുമ്പോ നിങ്ങൾ ഒളുവെടുത്തിട്ട് ധൃതി പിടിച്ച് ഓടിപ്പോകരുത്. വഅതൂഹാ വഅൻതും തസ്ഔൻ. നിങ്ങൾ ആ പള്ളിയിലേക്ക് പോകുന്നത് മെല്ലെ മെല്ലെ സാവകാശം നടന്നു പോകണമേ. ഓടരുതേ ഓടരുതേ ഓടരുതേ. അള്ളാന്റെ വീടാണ്, അള്ളാന്റെ ഭവനമാണ്. ഇദാ അദ്റക്തും ഫസല്ലു വഇദാ ഫാതകും ഫാത്തിമു. നിങ്ങൾ ഓടാതെ മെല്ലെ മെല്ലെ സാവകാശം നടന്നുപോയി നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന റക്അത്ത് നിങ്ങൾക്ക് മതിയായതാണ്. ആ നമസ്കാരം പൂർത്തിയായാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ പൂർത്തീകരിക്കണേ. കമാ ഖാല റസൂലുള്ളാഹി. ഓടും. അതുവരെ എന്താ എവിടെ പോയിരുന്നു? ബാങ്ക് വിളിച്ച് 20 മിനിറ്റ് സമയം മൊബൈലിലൂടെ കളിച്ചുകൊണ്ടിരുന്നു. മൊബൈലിലൂടെ കളിച്ചിട്ടിരിക്കുക, വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇഖാമത്തിന്റെ സമയം ഓടി വരും. എന്നിട്ട് ഒന്നുപെടുത്തിട്ട് ഓടാൻ പാടില്ല, പാടില്ല, അങ്ങനെ ഓടാൻ പാടില്ല. മംനൂ, നിരോധിച്ചിരിക്കുകയാണ്. നാളെ പള്ളി നമുക്കെതിരെ പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മസ്ജിദുകൾ അനുകൂലമാകണം, അനുകൂലമാകണം. കാരണം എന്റെ ചെറുപ്പക്കാരാ, നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ നീ സുജൂദ് ചെയ്ത പള്ളിയുടെ മുസല്ല നീ മരണപ്പെട്ടു പോകുമ്പോ നിനക്ക് വേണ്ടി 40 ദിവസം കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദരിമാരെ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച പള്ളിയുണ്ടല്ലോ. അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നത്തഖിദൽ മസാജിദ ഫിദ്ദുവരി വ അൻ തുതയ്യബാ വ തുതഹറാ വ തുനല്ലഫാ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, കമാ ഖാല റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ഒരു പള്ളി നിർമ്മിക്കാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമസ്കരിക്കാൻ ഒരു മുറി ഉണ്ടാക്കുക. ആ നമസ്കാര മുറിയിൽ ആണുങ്ങളല്ല നമസ്കരിക്കേണ്ടത്, പെണ്ണുങ്ങളാണ്. ആയിഷ ബീവി പറയുകയാണ്, ഞങ്ങളോട് നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് വീട് വൃത്തിയാക്കാൻ, വീട്ടിനകത്തൊരു പള്ളി കെട്ടാൻ, ആ പള്ളി വൃത്തിയാക്കി വെടിപ്പാക്കി സൂക്ഷിക്കണേ എന്നും അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിലെ മുസല്ലയിൽ നമസ്കരിച്ചാൽ, ആ നമസ്കരിക്കുന്ന പെണ്ണ് ഈ പള്ളിയിൽ നമസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ മരിച്ചുപോയാൽ 40 ദിവസങ്ങളോളം ആ സുജൂദ് ചെയ്ത സ്ഥലം ഈ മരിച്ചുപോയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ സ്ഥലം അവന് വേണ്ടി കണ്ണീരൊലിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറുപ്പക്കാർ നമസ്കരിക്കുമ്പോൾ ആ മുസല്ല കരയും, അല്ലാഹ് അവന് നീ പുറത്തു കൊടുക്കണേ. എല്ലാ ദിവസവും ഇവിടെ വന്ന് സുജൂദ് ചെയ്തവനായിരുന്നു, ഇന്നവൻ മരിച്ചുപോയി, നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യും. നമസ്കരിക്കുന്ന സ്ഥലം മുസല്ല. ആരാ ഇപ്പൊ മുസല്ല ഒക്കെ ശ്രദ്ധിക്കാറുള്ളത്? പള്ളിയിൽ വീട്ടിലുള്ള മുസല്ലയുടെ പഴക്കം എത്ര? എങ്ങനെ പോലെ ഒരു 12 വർഷം കാണും. പണ്ട് ഉപ്പ ഗൾഫിൽ ദുബായ്ക്ക് പോയപ്പോ കൊണ്ടുവന്ന മുസല്ലാണ്, നല്ല സുഖമായിരുന്നു. അന്ന് സോഫ്റ്റ് മുസല്ലയിൽ സുജൂദ് ചെയ്യാൻ. ഇന്ന് ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തൊരു തണുപ്പടിക്കും. എന്തേ തണുപ്പ്? താഴത്തെ ഗ്രാനൈറ്റിന്റെ തണുപ്പ്. കാരണം ഓട്ട വീണ് സാധനത്തിന്. സുജൂദ് ഓട്ട വീണ്. മുസല്ല 3 അടയാളം, 2 മുട്ട് വെച്ച് അടയാളം, 2 നെറ്റി വെച്ച് അടയാളം. മുസല്ലയ്ക്ക് മാറ്റാറില്ല. കാരണം മുസല്ല വലിയ മുസല്ല. എന്നാലോ അവരിയ്ക്കുന്ന സോഫ, അവരിയ്ക്കുന്ന കസേര, അവർ കിടക്കുന്ന ബെഡ് 40,000 റുപ്യയുടെ കയറി കിടന്നാൽ നല്ല സുഖം കിടക്കാൻ. 40,000 റുപ്യ. പുതിയ ഡ്രസ്സ് വാങ്ങിട്ട് നിസ്കരിക്കുന്ന ആരാ? അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ ഭവ്യതയോടുകൂടി നിൽക്കും, അല്ലെങ്കിൽ നാളെ എതിര് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുപ്പക്കാർ മസ്ജിദിനോടുള്ള ഉത്തരവാദിത്വം, ഇല്ലെങ്കിൽ മസ്ജിദ് നമുക്കെതിരെ പ്രാർത്ഥിക്കും. രണ്ടാമത് ഖുർആൻ നാളെ റബ്ബിന്റെ മുന്നിലേക്ക് വന്ന് പരാതി പറയും. ചെറുപ്പക്കാരാ, പരിശുദ്ധ ഖുർആൻ ഒരിക്കലെങ്കിലും നീ പാരായണം ചെയ്തിട്ടുണ്ടോ? ദുനിയാവിൽ എത്ര നെറ്റുകളിലൂടെയാണ്, കമ്പ്യൂട്ടറിലൂടെയാണ് നീ കളിക്കുന്നത്? ദുനിയാവിന്റെ എത്ര കണക്കുകളാണ് നീ കൂട്ടുന്നത്? ഒരു മനുഷ്യന്റെ മേൽ ബാധ്യതയാണ്, ഒരു മനുഷ്യന്റെ മേൽ കടമയാണ്.
ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങൾ 114 സൂറത്തുകൾ 6000-ൽ പരമായത്തുകൾ ഓതേണ്ട ബാധ്യത ഓരോ ചെറുപ്പക്കാരന്റെയും ഓരോ ചെറുപ്പക്കാരിയുടെയും മേൽ ബാധ്യതയാണ്. ഒരാളുടെ കണ്ണ് തുറക്കണമോ, ഒരാളുടെ ജീവിത ശൃംഖലകൾ എളുപ്പമാകണമോ, അവന്റെ ജീവിതത്തിന്റെ വഴി എളുപ്പമാകണമോ, സ്വർഗത്തിലേക്കുള്ള പാത അവന്റെ മുന്നിൽ തെളിഞ്ഞു കിടക്കണമോ, പരിശുദ്ധ ഖുർആൻ ദിവസം തോറും കുറഞ്ഞതൊരു 100 ആയത്തെങ്കിലും ഓതേണമേ. നാളെ ഖുർആൻ പാരായണം നടത്താത്തവർ മരിച്ചുപോയാൽ, ഖുർആൻ ഒരിക്കലെങ്കിലും പൂർത്തിയാകാതെ മരിച്ചുപോയാൽ നാളെ യജീഉൽ മുസ്ഹഫ് പടച്ച റബ്ബേ ഹറഖൂനി വമസ്സഖൂനി